കുട്ടിയോടാ. എന്നെ പറ്റി പതിവില്ലാതെ നടന്നു വരുന്നേ. സാധാരണ വണ്ടിക്ക് പോകുമ്പോ ആരോടും ഇടാൻ പറ്റില്ല. അതുകൊണ്ടൊന്നും നടക്കാമെന്ന് കരുതി. എല്ലാവരെയും കണ്ട് വർത്താനമൊക്കെ പറയാമല്ലോ. അത് ശരിയാ, നടക്കുന്ന കാര്യത്തിൽ നല്ലതാണല്ലോ. ആ, ഇത് നമ്മുടെ ഷാജിയല്ലേ? വല്ല മീനും കിട്ടിയോടാ? ആ, ഇതാര്? ജോർജേട്ടൻ. എവിടെ? ഒരൊറ്റ മീൻ പോലും കൂട്ടുന്നില്ല. ആഹാ, മീൻ ഷാജിയെ കാണുമ്പോഴേ ഓടി രക്ഷപ്പെടും. പിന്നെ എങ്ങനെ കിട്ടാനാ? നീ കൂടുതൽ കളിയാക്കൊന്നുമില്ല. നീ നോക്കിക്കോ, എന്റെ ചൂടിൽ എന്താ കൊടുക്കുന്നത്. മിക്കവാറും അത് നീർക്കൊലിയായിരിക്കും. ഇതും പറഞ്ഞു തല്ലുകൊള്ളണ്ട. വാ, നമുക്കൊരു ചായ കുടിക്കാം. എന്താ ഷാജി, നീ നേരത്തെ ആണല്ലോ. അല്ല, ഇവർ ജോൺസാണോ? കുറെ നാളായാലും കണ്ടിട്ട്. ആ, അതുകൊണ്ട് നിങ്ങളെയൊക്കെ ഒന്ന് കാണാമെന്ന് കരുതി വന്നതാ. സാറ് ഇവരുടെ മോൻ്റെ അടുത്ത് പോയിട്ട് പെട്ടെന്ന് പോന്നുവല്ലേ? ആ, തോന്നു. നമുക്ക് നമ്മുടെ നാട്, ഈ മണ്ണും പിന്നെ ഈ ആളുകളെ കണ്ട് വർത്തമാനം പറയുമ്പോൾ കിട്ടുന്ന സന്തോഷം ഒന്നും അവിടെ കിട്ടില്ലെന്നേ. പിന്നെ ഞങ്ങളുടെ ആരോഗ്യം എത്ര പോരാ. രോഗത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ നമ്മുടെ കുടുംബത്തെ ജോസിനെ അറിയില്ലേ? പിന്നല്ലാതെ. ആ, എന്നാ പറ്റി ജോസിന്? പുള്ളിക്ക് ഇപ്പൊ നടക്കാനൊന്നും വയ്യ. വാക്കിസ്റ്റിക് ഉപയോഗിച്ച നടക്കുന്നേ. വല്ലാത്ത കഷ്ടം തന്നെ. പറയുമ്പോ മക്കളെല്ലാം വിദേശത്താണ്. പിന്നെ അവരുടെ കൂട്ടിനുള്ളതോ ഒരു ബംഗാളി പയ്യൻ. ബംഗാളി പയ്യനാണ്? ജോലേട്ടാ, അവരിവിടെ മോഹനേട്ടന്റെ കടയിൽ സഹായിക്കാൻ വരാറുണ്ട്. മോഹനേട്ടാ, ഇന്ന് നമ്മുടെ ബംഗാളി ബാബുവിനെ കണ്ടില്ലല്ലോ. അവൻ അവിടെ എവിടെയെങ്കിലും കാണും. അരേ ബാബു, തൂ കഹാ ഹൈ? ക്യാ ഹുവാ മോൻ സാബ്? എന്റെ മോഹനേട്ടാ, നിങ്ങൾ എന്തിനാ അവനെ വീട്ടിൽ പോയത്? വന്നാ പിന്നെ ഹിന്ദി വന്നിട്ടുണ്ട്. अरे बाबू भाई, आप कैसा है? ഞാനേ ഇനിയൊന്നും ശരിയാവില്ല. एड़ा बाबू, ए जॉर्ज, तुम्हारा जोसेटन दोस्त। जोसेटन बहुत अच्छा आदमी है। वो मेरे लिए पिता समान है। വേണ്ട, കൂടുതലൊന്നും പറയില്ല. നിന്റെ ഹിന്ദി പോലെ ഒറ്റയ്ക്ക് താങ്ങാനുള്ള ശേഷി ആ മനുഷ്യനില്ല. ഒന്നും വേണ്ട, വിട്ടു. എന്നാ പിന്നെ ഞാൻ ഏതായാലും ജോസിനെ കണ്ടേച്ച് വരാം. ആ, എന്നാ ഞാനും വരാം. ഞാൻ ജോസേഫിന്റെ വീടിന്റെ അടുത്താ ഇപ്പൊ താമസിക്കുന്നത്. മോനേട്ടാ, ഞങ്ങൾ ഇവിടേക്ക് പോവാം. അപ്പൊ ശരി മോനെ. ഒരു ഗ്ലാസ് വെള്ളം എടുത്തേ. ആ ചേച്ചി, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. ആ, ഇതാ വെള്ളം. ഇന്നെന്താ ബാങ്കിൽ പോയിട്ട് പതിവില്ലാതെ താമസിച്ചേ? വരുന്ന വഴിക്ക് പരിചയക്കാരെ കണ്ട് ഓരോ വിശേഷം പറഞ്ഞാൽ നിന്നു. എന്തൊക്കെ വിശേഷമാ പറഞ്ഞേ? കുന്നുമ്പത്തെ ജോസിന് സുഖമില്ല. എങ്ങോട്ടും യാത്ര ചെയ്യാൻ മേല. അവനെ കാണാൻ ഞാൻ ആ വീട് വരെ ഒന്ന് പോയി. ആ, ജോസ് എന്താ പറയുന്നു? അല്ല, അവരുടെ 3 മക്കളും വിദേശത്തല്ലേ? ഇപ്പൊ ആരാ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്? അതാ കഷ്ടം. അവന് വയ്യ, ഭാര്യ മേടിക്കും. ഓരോ അസുഖങ്ങളാ. പിന്നെ അവനാകെ ഒരു സങ്കടമാ. അവൻ പറയുവാ, ഞങ്ങളുടെ രോഗമോ വൈരാഗ്യമോ ഒന്നുമല്ല ഏറ്റവും വലിയ വേദന. മക്കളും കൊച്ചുമക്കളും ഒന്നും അടുത്തില്ലാത്ത ഈ ഒറ്റപ്പെട്ട ജീവിതം, അതാണ് അവന്റെ ഏറ്റവും വലിയ വേദന എന്ന്. നീ എന്താടി ഒന്നും മിണ്ടാത്തെ? എന്ത് പറയാനാ, നമ്മുടെ നാട്ടിലെ
ഒരു മാതാപിതാക്കൾ മാത്രമാവുള്ളത്. മക്കളാണ് കുടുംബത്തിനെ സുരക്ഷയും ഭാവിയും ഒക്കെ നോക്കി നാടും വീടും വിട്ട് വിദേശത്തേക്ക് പോവാ. ഞാൻ നമ്മുടെ മൂത്ത മകനോട് ഇതേപ്പറ്റി പറഞ്ഞപ്പോൾ അവൻ പറയുക, പപ്പയുടെയും മമ്മയുടെയും കാര്യങ്ങളൊക്കെ നോക്കാൻ റെജി നടക്കുന്നുണ്ടല്ലോ, പിന്നെന്തിനാ വിഷമിക്കുന്നേ? പറഞ്ഞോലെ റജി എന്തിയെ? രാവിലെ കൂട്ടുകാരെ കാണാനെന്നും പറഞ്ഞ് പോകുന്നത് കണ്ടു. അവരാണെങ്കിൽ ജോലി കഴിഞ്ഞ് വന്നാൽ പിന്നെ ആ ഫോണിലാണ്. ഹലോ, എന്താണ് ഒരു വിവരമില്ലല്ലോ? എന്താണ് ആകെ ശോകമാണല്ലോ? രോഗം എനിക്ക് മനുഷ്യരുടെ ആ കയ്യൊരു എന്നെ പറ്റി ഇത്ര കളിക്കാൻ പറഞ്ഞ പോലെ നിന്റെ കല്യാണക്കാരിയൊക്കെ ഉണ്ടായി. എന്താണ് കാര്യങ്ങളൊന്നും ശരിയാവുക? കല്യാണം ഉറപ്പിക്കാൻ ഏറ്റവും തീരുമാനിച്ചു. കൊള്ളാല. എന്നിട്ട് ഇതിനിടയ്ക്ക് എവിടുന്നോ ഒരു യുവക്കാരൻ കഴിഞ്ഞിരുന്നു. പെണ്ണിന്റെ വീട്ടുകാർക്ക് ഫാമിലി വെച്ചിട്ടുണ്ട്, അതും വീടെന്ന് പറഞ്ഞു. അവിടെ ഇത് കേട്ട വായി കേൾക്കാതെ പോയി അവർ ആ കല്യാണം. ഇപ്പൊ ഞാനും ശശി. നിങ്ങള് ചിരിക്കുന്നില്ല. എന്ത് ചെയ്താലും വേണ്ടിയില്ല. വിദേശത്ത് എവിടെയെങ്കിലും ഒരു ജോലി ശരിക്കും, ഒന്നെങ്കിൽ അയർലൻഡ് അല്ലെങ്കിൽ അമേരിക്ക. ഞാനിത് നിന്നോട് എത്ര കാലമായി പറയുന്നു. ഇവനെ ഇപ്പോഴും പപ്പയ്ക്കും അമ്മയ്ക്കും കൂട്ടുകാരിൽ നിന്നും പറഞ്ഞ് വിദേശത്ത് പോകാൻ പറ്റുന്ന എല്ലാ ചാൻസും ഒഴിവാക്കി. ഇപ്പൊ മനസ്സിലായോ? നാട്ടിൽ ജോലികളുണ്ടായിട്ട് ഒരു കാര്യമില്ലെന്ന് പറഞ്ഞിട്ടെന്താ കാര്യം? ഏതെങ്കിലും ഏജൻസി രജിസ്റ്റർ ചെയ്ത് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ക്ലിയറാക്കണം. എല്ലാം ശരിയാവൂടാ, നീ വിഷമിക്കണ്ട. പിന്നെ ഞങ്ങൾ അടുത്ത ആഴ്ച ജർമ്മനിക്ക് തിരിച്ചു. നീ പോകുന്ന കാര്യം എന്തറിയായ ഞങ്ങളെ അറിയിക്കണം. ഓക്കെ, ബൈ. ഞാനെന്താണോ ഭയപ്പെട്ടത് അത് സംഭവിച്ചു. അങ്ങനെ നമ്മളും ധരിച്ചായി. ഇനിയുള്ള കാലം അവനെങ്കിലും കൂടെ ഉണ്ടാവുമെന്നാ കരുതിയത്. എന്നാൽ അവനും പോയി. എനിക്ക് ഇതെങ്ങനെയാണ് സഹിക്കാൻ പറ്റുന്നത്? കഴിയും. നിങ്ങൾ ചോദിക്കാറില്ല, ഈ വൈകാത്ത കാലം ഞാൻ എന്തിനാ എല്ലാ ദിവസവും വിഷ്ണു കുർബാനയ്ക്ക് പോകുന്നതെന്ന്? ഈ വിഷ്ണു കുർബാനയിലൂടെ ഈശോ എനിക്ക് തരുന്ന ശക്തിയും ധൈര്യവുമാണ് എന്നെ ഇങ്ങനെ മുന്നോട്ട് നയിക്കുന്നത്. പണ്ട് പഠിക്കുന്ന കാലത്ത് ഞാൻ ഒരുപാട് ജപമാല ചൊല്ലുമായിരുന്നു. എന്റെ ജീവിതത്തിനിടയിൽ ഞാൻ ജപമാല ചൊല്ലുന്നത് കുറഞ്ഞു. നിങ്ങൾ ധൈര്യമായിട്ടില്ലേ? ഈ ഓഗസ്റ്റ് മാസം എല്ലാ ദിവസവും വിഷ്ണു കുർബാനയിൽ പങ്കെടുത്ത് ജപമാല ചൊല്ലി മാതാവിന്റെ സ്വർഗാരോഹണ തിരുനാളിനെ നമുക്ക് എഴുതാം. ഹലോ പപ്പ. ആ മോനെ, എന്നാണ് പപ്പ വിശേഷം? ഒരു വിശേഷം ഇല്ലടാ. പറഞ്ഞ പോലെ നിങ്ങൾ എന്നാ വരുന്നേ? ആ, അത് പറയാൻ വിളിച്ചേ. ഈ വരുന്ന ശനിയാഴ്ച ഞങ്ങൾ നാട്ടിൽ വരുന്നുണ്ട് പപ്പ. ആണോ? എഞ്ചലും കൂടെ ഉണ്ടാവൂലേ? അതെ, മമ്മിയോട് പറയണം കേട്ടോ. ബാക്കി വിശേഷം നാട്ടിൽ എത്തുമ്പോൾ പറയാം. ഓക്കെ മോനെ. എന്നാ മോളെ, എന്നാ വീട് നിനക്ക്? മമ്മയ്ക്കറിയോ, പപ്പയും മമ്മയും തനിച്ചാണെന്ന് അറിഞ്ഞ നിമിഷം മുതൽ മാത്യു ആകെ സങ്കടത്തിലായിരുന്നു. കൂടെ ആരുമില്ലാതെ നിങ്ങൾ എന്ത് ചെയ്യുമെന്നോർത്ത് ഞങ്ങൾക്ക് ആകെ വിഷമമായിരുന്നു. മമ്മി ഇപ്പോഴും പറയാറില്ലേ, എത്ര ജോലി തിരക്കുണ്ടെങ്കിലും ജപമാല മുടക്കരുതെന്ന്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ജപമാല മുടക്കാറില്ല. മമ്മിയെയും പപ്പയെയും സ്വപ്നം കാണുമ്പോഴൊക്കെ ഉണ്ടല്ലോ, നീല വസ്ത്രം ധരിച്ച ജപമാല കയ്യിലേന്തിയ ഒരു സ്ത്രീ നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് കാണുമായിരുന്നു. ഞങ്ങൾ കണ്ടത് പരിശുദ്ധ അമ്മയെ തന്നെയാണ്, അല്ലേ മമ്മി? അതേ മോളെ, മാതാവ് നിങ്ങളെ വിളിച്ചത്.
നിങ്ങൾക്ക് ലീവ് കുറച്ച് നാളുണ്ടാവൂലേ? പപ്പ, ഞങ്ങൾ ഇനി തിരിച്ചു പോകുന്നില്ല. നാട്ടിൽ സെറ്റിലായാലും എന്ന് വിചാരിക്കുക. ഞങ്ങൾക്കത് മാത്രം മതി മക്കളെ. അപ്പനെന്തിനാ വിഷമിക്കുന്നേ? ഞാനില്ലേ കൂടെ. പിന്നെ റെജി കുറച്ചു കാലം കഴിയുമ്പോ ഇങ്ങോട്ട് വരും. എന്റെ മക്കളും കൂടെ ഉള്ളപ്പോൾ പിന്നെ എനിക്കെന്ത് വിഷമം? ഞാൻ ഹാപ്പി അല്ലേ? ആഹാ, എന്നാ പിന്നെ ഇപ്രാവശ്യത്തെ നമുക്ക് ഒരുമിച്ച് പഠിക്കാം.